വിശുദ്ധിയിലെ, ജ്ഞാനത്തിലെ, വിശ്വാസത്തില് കൂടുതൽ വളരാനായപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. Then, how are you? Today we are going to discuss a very interesting topic, that is artificial hybridization. What is hybridization? You might have studied it. It is a classical technique of plant breeding in which the desirable characters present in different organisms can be incorporated into a single individual. And it is very useful in our life. How it is useful? Especially those who are interested in the agricultural field. It's so important. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാസിക്കൽ ടെക്നിക്ക് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. അവിടെ എന്താണ് പ്രത്യേകത? വ്യത്യസ്ത പ്ലാന്റുകളിലുള്ള നല്ല ക്യാരക്ടേഴ്സിനെ ഒരൊറ്റ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന ടെക്നിക്കാണ്. നമുക്കറിയാം കൺവെൻഷണൽ പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ്. അത് പ്രധാനമായിട്ടും ഇൻട്രൊഡക്ഷൻ, ഡൊമസ്റ്റിക്കേഷൻ, സെലക്ഷൻ എന്നിവയാണ്. ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നവഡേയ്സ് മോഡേൺ ടെക്നിക്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഉണ്ട്. അത് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ ടിഷ്യൂ കൾച്ചർ, അങ്ങനെ തുടങ്ങിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടൂൾസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കമ്പൈനിങ് ഓഫ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. അത് ആനിമൽസിലാകാം, പ്ലാന്റ്സിലാകാം, ഇൻടു എ സിംഗിൾ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന് നമ്മൾ വിളിക്കുന്ന പേര് ഹൈബ്രിഡ് എന്നാണ്. എന്താണ് ഹൈബ്രിഡിന്റെ പ്രത്യേകത? Then you can see the mixing up of hereditary characters. The mixing up of characters, രണ്ട് പേരൻസിന്റെയും ക്യാരക്ടേഴ്സ് ഇൻഡിവിജ്വലി കാണും. Moreover, sometimes the superior characters are also produced. That is called a hybrid vigor. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ബ്രീഡിങ്ങില് വ്യത്യസ്ത പ്ലാന്റ്സിലെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല, ചിലപ്പോൾ പേരൻസിനേക്കാൾ സൂപ്പർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഹൈബ്രിഡ് വികർ കാണിക്കുന്ന ധാരാളം പ്ലാന്റ്സുകൾ ഇത്തരത്തില് നമ്മൾ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ വാട്ട് ഈസ് ദിസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? ഇഫ് യു ആർ ഡൂയിങ് ദിസ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക് ആർട്ടിഫിഷ്യൽ ഓർ മാനുവലി, it is called artificial hybridization. അവിടെയാണ് നമ്മൾ പഠിച്ച പോളിനേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. നമുക്കറിയാം ഹൈബ്രിഡൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിനേഷനാണ്. അപ്പൊ ആ പോളിനേഷൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നടത്തുന്നു. We are doing artificial pollination in artificial hybridization. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത്? We have already studied that in some cases the polytrees won't be compatible to the stigma. Incompatibility എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പോളിട്രീൻസ് സ്റ്റിഗ്മാറ്റിക് സർഫേസിൽ വന്ന് പതിക്കുമ്പോൾ അതവിടെ ജെർമിനേറ്റ് ചെയ്തെങ്കിലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതിന്റെ റിസൾട്ടാണ് സീഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ, ഈ പോളിട്രീൻസ് will be compatible to the stigma. അപ്പോൾ അങ്ങനെ പോളിട്രീൻസ് പലതും ചിലപ്പോൾ കോമ്പാറ്റബിൾ ആയിരിക്കാം. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കാൻ, ഫെർട്ടിലൈസേഷൻ നടക്കാൻ, സീഡ് സെറ്റിംഗ് നടക്കാൻ. അപ്പൊ ഇറ്റ് ഈസ് വേസ്റ്റേജ് ഓഫ് ടൈം. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? We will collect the desirable pollen grains from the male plant and we will dust it on the stigmatic surface. അപ്പോൾ അത് നമുക്ക് അവിടെ ഉറപ്പിക്കാനായിട്ട് പറ്റും
ആയിട്ട് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ജർമിനേറ്റ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് the artificial hybridization in detail. Are you ready? Okay, let us start. So we will study this artificial hybridization in different steps. This is very important in the examination point of view. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഇവിടെ തരണം, നോട്ടൊക്കെ എഴുതിയെടുക്കണം. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്സിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് കോഴ്സ് the selection of parents having desirable characters. Selection of parents having desirable characters. ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പേരൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ വ്യത്യസ്ത പ്ലാന്റ്സിലെ നല്ല ഗുണങ്ങൾ ഒരൊറ്റ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ ദ ടൈം ബീയിങ് വി ക്യാൻ ടേക്ക് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പെപ്പർ പ്ലാന്റ്, പൈപ്പർ നൈഗ്രം അല്ലെ, കുരുമുളക് ചെടിയാണ്. അപ്പൊ അതിലൊരു കുരുമുളക് ചെടി, ഇതില് നല്ല ഈൽഡുണ്ട്, അതിന്റെ സ്പൈക്കില് വലിയ മണികൾ ധാരാളമായിട്ടുണ്ട്. ഓക്കെ, അതൊരു നല്ല ഗുണമാണ് ആ പ്ലാന്റിനെ സംബന്ധിച്ച്. പക്ഷെ എന്താണ് പ്രത്യേകത? ദിസ് പ്ലാന്റ് ഈസ് വെരി സസെപ്റ്റബിൾ ടു ഡിസീസ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ രോഗത്തിനെടുക്കും. ഇപ്പൊ ദ്രുതവാട്ടം പോലെയുള്ള രോഗം പെട്ടെന്ന് കൊണ്ട് പിടിച്ച് ആ ചെടി നശിച്ചു പോകും. അപ്പൊ അത് അത്ര നല്ലൊരു കാര്യമല്ല. നല്ല ഗുഡ് ഈൽഡുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. ഇനി വേറൊരു കുരുമുളക് ചെടി, അനദർ വെറൈറ്റി ഓഫ് കുരുമുളക് ചെടി, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൽ ഈ ഈൽഡ് എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും, അതിന്റെ സ്പൈക്ക്, അതിലെ മണികൾ അതൊക്കെ ചെറുതാണ്. അപ്പൊ കാര്യമായിട്ട് ഈൽഡില്ല. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി. ഒരു രോഗം അതിനുണ്ടാകില്ല, നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു പ്ലാന്റ് ബ്രീഡറിനെ സംബന്ധിച്ച് അയാൾ നോക്കുന്നത് എന്താണ്? ഈ രണ്ട് നല്ല ഗുണങ്ങൾ ഒരൊറ്റ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുരുമുളക് ചെടി പ്രൊഡ്യൂസ് അല്ലെ, വലിയൊരു ഈൽഡ് നമുക്ക് കിട്ടും. എന്ന് മാത്രമല്ല, that won't be susceptible to diseases. It will be disease resistant also. Then it will be beneficial to us. അപ്പോൾ നമുക്കിത് പ്രയോജനകരമാണ്. അപ്പൊ ഇത്തരത്തിലാണ് വ്യത്യസ്ത പ്ലാന്റുകളിലെ നല്ല ഗുണങ്ങൾ ഒരു പ്ലാന്റിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഹൈബ്രിഡൈസേഷൻ പ്രക്രിയയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെലക്ട് the plants or the parent plant with the desirable characters. ക്ലിയർ ആണല്ലോ? ഇപ്പൊ മിക്കവാറും ഒക്കെ നമ്മൾ ഇങ്ങനെ പ്ലാന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലവർ ഹെർമാഫ്രോഡൈറ്റ് ആയിരിക്കും, ബൈസെക്ഷൽ ആയിരിക്കും അല്ലെ. അപ്പൊ അതായത് ഗൈനീഷ്യം ഉണ്ടായിരിക്കും, ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം വൺ പ്ലാന്റ് ദാറ്റ് വി വിൽ കൺസിഡർ ആസ് ദ മെയിൽ പ്ലാന്റ് ഓർ മെയിൽ പാരന്റ് ആൻഡ് ദി second plant that will consider it as the female parent. അങ്ങനെ വരുമ്പോൾ ഫീമെയിൽ പാരന്റിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഈ പാരന്റ്സിൽ ഒന്നിനെ നമ്മൾ മെയിൽ പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒന്നിനെ നമ്മൾ ഫീമെയിൽ പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതില് ഫീമെയിൽ പാരന്റ് ബൈസെക്ഷൽ ആണ് എങ്കിൽ അവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് നടത്തണം. That process is called, that will be the second step, that is emasculation. എഴുതിയിട്ട് this is very important in the examination point of view. What is emasculation? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് emasculation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? That is the removal of anthers from the bisexual flower before anthesis. ശ്രദ്ധിച്ചിരിക്കുക, അപ്പോൾ മനസ്സിലാവും.
say for example, suppose this is a plant. Okay. ഇതിൽ ഒരു ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. Okay. And this will be the anthers, suppose. Okay. And this is the animation. This is the stigma and this is the style. Okay. Here you can see. Inner to that you can see power. Clear are you? So suppose this is a hermaphrodite flower or bisexual flower. But നമുക്ക് both the essential words ആണ്. The stamen, അതേപോലെ തന്നെ ഇത് കാരിയേഷ്യം. കാരിയേഷ്യത്തിന്റെ സ്റ്റിഗ്മയാണ് ഇത് സ്റ്റെം. അപ്പോൾ ഇവിടെ സെൽഫ് പോളിനേഷൻ നടക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നടക്കരുത്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആണ് നടത്താനായിട്ട് പോകുന്നത്. വ്യത്യസ്ത പ്ലാന്റ്സിലെ ക്യാരക്ടേഴ്സ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഇവിടുത്തെ ആന്തർ മച്ചുർ ആകുന്നതിന് മുമ്പ് ആന്തറിലെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? We should remove these anthers. ഇവിടുത്തെ ഈ ആന്തേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യണം. With the help of a forceps നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുക്കാം. അല്ലെങ്കിൽ സെൻസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആന്തർ അത് ഡെഹിസ് ചെയ്യുന്നതിന് മുമ്പ് അത് പൊട്ടി അതിന്റെ പൂമ്പൊടി അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എമാസ്കുലേഷൻ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? എമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ? ഒന്ന് എഴുതിയെടുക്കാമോ? ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ഫീമെയിൽ ഫ്ലവർ or from the bisexual flower before anthosis, before the release of pollen grains is called emasculation. So ഇത് ഏത് പ്ലാന്റ് ആണ്? ഇതിപ്പോ നമ്മൾ ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഫീമെയിൽ പ്ലാന്റിൽ നിന്ന് ആന്തർ ഡെഹിസ് ചെയ്ത് പോളൻ ഗ്രെയിൻസ് വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യും. ഇനി എന്ത് ചെയ്യണമായിരിക്കും നമ്മൾ ആലോചിച്ചത്? ഇത് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൈ കെട്ടിയിരുന്നാൽ മതിയോ? പോരാ. എന്തിന്റെ പോസിബിലിറ്റി ഉണ്ട് ഇവിടെ? There may be the occurrence of falling off pollen grains from other species on the stigmatic surface. സാധ്യതയില്ലേ? അതായത് നമ്മളിങ്ങനെ ഒരു മേൽക്കാരനെ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അവന്റെ പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവന്ന് ഇവിടെ ഡസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാല് ഇപ്പോൾ കാറ്റിലൂടെയൊക്കെ മറ്റുള്ള സ്പീഷീസുകളിലെ പോളൻ ഗ്രെയിൻസ് ഇവിടെ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ച് ജർമിനേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറ്റി. അപ്പൊ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് കോൾഡ് ബാഗിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ബാഗിംഗ്. വിളിച്ചേ ബാഗിംഗ്. We should cover this particular flower using a butter paper or butter bag or polythene cover and tie it properly. And this process is called bagging, so that we can avoid the falling of pollen grains from any other species. Okay. ഇനി നമുക്ക് മെയിൽ പ്ലാന്റിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മൾ ഒരു ഫ്ലവറിനെ മെയിൽ ഫ്ലവർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇതേപോലെ തന്നെ ഒരു ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. This is the stigma and this is the style. Here you can see the clear. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഈ ഇതാണ് നമ്മൾ മെയിൽ ഫ്ലവർ ആയിട്ട് അല്ലെങ്കിൽ മെയിൽ പേരന്റിലെ ഫ്ലവർ ആണ്. ഇതിലെ പോളൻ ഗ്രെയിൻസ് ആണ് നമുക്ക് കൊണ്ടുപോയി ഡസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം when this pollen matures, what will happen? Automatically the pollen grains will be released.
ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എടുത്തിട്ട് ഈ സ്റ്റെമിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി അപ്പൊ എന്ത് ചെയ്യണം? വേറൊരു പ്രോസസ്സും കൂടെ അവിടെ നമുക്ക് ചെയ്യണം. എന്താണ്? റീബാഗ്. ഇപ്പൊ ഡിസൈറബിൾ ആയിട്ടുള്ള പോളൻസിനെ ഇവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റിമൂവ് ദിസ് ബാഗ്, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റേമിനെടുത്ത് അതിന്റെ പോളൻ ഗ്രെയിൻസിനെ ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റേമിൻ അതിന്റെ ഫിലമെന്റിൽ പിടിച്ചോണ്ട് പോന്ന്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മെയിൽ ഫ്ലവറിന്റെ ആ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബൈ യൂസിങ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഈ സ്റ്റെം ആന്തറിലെ പോളനെ അതിലേക്ക് ടെസ്റ്റ് ചെയ്യണം, ബ്രഷിലേക്ക്. എന്നിട്ട് പയ്യെ കൊണ്ടുപോയി സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് ഇത് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് അല്ലേ, ആദ്യം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നൗ ദ പോളൻ ഗ്രെയിൻസ് ആർ ടെസ്റ്റഡ് ഹിയർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാഗ് ചെയ്യണം. ഇപ്പൊ ബാഗിൽ റീബാഗിങ് ആൻഡ് അഗൈൻ ബാഗിങ്. എന്താണ്? ഇനിയും പുറത്തുള്ള മറ്റൊരു സ്പീഷ്യസിലെ പോളൻ ഗ്രെയിൻസ് ഇതിലേക്ക് വന്നുകൂടാ. We make sure that only the desirable pollen grains that is dusted on the stigmatic surface. ഇനി ഓട്ടോമാറ്റിക്കലി this is a compatible pollen, അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് നടക്കും? പോളൻ ക്രിസ്റ്റൽ ഇന്ററാക്ഷൻ നടക്കും. അതുപോലെ തന്നെ ഇവിടെ ജെർമിനേഷൻ ഓഫ് പോളൻ നടക്കും. പോളൻ ട്യൂബ് ഉണ്ടാകും. അത് ഇങ്ങനെ സ്റ്റൈലിൽ കൂടി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആയ ഓവ്യൂളിന്റെ എംബ്രിയോ സാക്കിലെത്തി മെയിൽ ഗമീസിനെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ എംബ്രിയോ ഉണ്ടായി, അല്ലെ? അവസാനം അവിടെ സീഡ് സെറ്റിംഗ് ഉണ്ടാകും. ക്ലിയർ? എന്നിട്ട് നിങ്ങൾ കളക്ട് ഈ സീഡ്സ്. ഈ സീഡ്സിനെ കളക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. F1 തലമുറകൾ ഉണ്ടാക്കും, ഒന്നാം തലമുറ സസ്യങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം whether these plants are showing the desirable characters of both these plants. ഇവിടെ നമ്മൾ ഒന്നാമത്തെ പ്ലാന്റില് ഫീമെയിൽ പ്ലാന്റില് ഉള്ള ഒരു ക്യാരക്ടർ, അതേപോലെ തന്നെ മെയിൽ പേരന്റില് ഉള്ള ഒരു ക്യാരക്ടർ, ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്ലാന്റിനെ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ നടത്തിയത്. അപ്പം ഏതൊരു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കിന്റെയും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ F1 ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കണം ഈ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ that can be cultivated by self pollination techniques. അങ്ങനെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. This is a very beautiful process of technique, is it not? Okay, നമുക്കൊന്നും കൂടെ കണ്ടു കഴിഞ്ഞാലോ. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി, അല്ലേ? എന്ത്? സെലക്ഷൻ ഓഫ് പാരന്റ്സ് ഹാവിംഗ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് കിട്ടിയില്ലേ? ഓക്കെ, രണ്ട് പ്ലാന്റിലും നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ്, അല്ലേ? അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി ഒന്ന് ആലോചിച്ച്, ഇത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലാണ് രണ്ടാമത്തെ പ്രോസസ്സ് ആവശ്യമായിട്ട് വരിക, ഇമാസ്കുലേഷൻ ആവശ്യമായിട്ടില്ല, അല്ലേ? ഇനി യൂണിസെക്ഷൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിലോ? ഇപ്പൊ യൂണിസെക്ഷൽ ഫ്ലവർ is having only one sex organ, either the androecium or gynoecium, അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമാസ്കുലേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. There is no need of any emasculation if you are selecting the unisexual flowers for doing the artificial hybridization. അപ്പൊ അവിടെ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് കാര്യമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? If we are doing artificial hybridization in unisexual flowers, one thing we should remember, the female flowers are bad before the flowers open. That is in the bud condition itself, it should be bad, restricting the falling of other pollen grains. And when the stigma is become receptive, we have to dust the pollen grains of the desirable male flowers, and we should again rebag the female flower. That is very important. ക്ലിയർ ആണല്ലോ? യൂണിസെക്ഷൽ ഫ്ലവർ ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഫീമെയിൽ ഫ്ലവർ അവിടെ ഗൈനീഷ്യം മാത്രമേ കാണുകയുള്ളൂ.
ആ ഫ്ലവറിന്റെ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബഡ് കണ്ടീഷനിൽ തന്നെ അത് നമ്മൾ ബാഗ് ചെയ്തിരിക്കണം. ബട്ടർ പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പോളിത്തീൻ കവർ ഉപയോഗിച്ച് അത് നമ്മൾ ബാഗ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്വാൻറ്റഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും അതിൽ നിന്ന് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് ആണോ നമുക്ക് ഡസ്റ്റ് ചെയ്യേണ്ടത് ആ പോളൻ ഗ്രെയിൻസ് കൊണ്ടുവന്ന് ഇതിന്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ഡസ്റ്റ് ചെയ്തിട്ട് എഗെയിൻ നമ്മളത് റിബാഗ് ചെയ്യണം. ദെൻ ഓട്ടോമാറ്റിക്കലി ജെർമിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ നടന്നു. എന്നിട്ട് we will get the hybrid plants with these desirable characters. അതൊന്ന് മേക്ക് ഷുവർ ചെയ്യുന്നത് സെലക്ഷനിൽ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതകളില്ല. അപ്പോൾ നോർമലി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ വരുന്ന സ്റ്റെപ്പുകളിലാണ് സെലക്ഷൻ ഓഫ് പാരന്റ്സ് ആർ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. സെക്കൻഡ് പ്രോസസ് ബൈസെക്ഷൽ ഫ്ലവറിലാണെങ്കിൽ എമാസ്കുലേഷൻ ഈസ് നീഡഡ്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് പ്രോസസ് ഈസ് ബാഗിംഗ്. അല്ലെ, അത് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാഗ് റിമൂവ് ചെയ്യും. അല്ലെ, വീണ്ടും നമ്മൾ ഇത് റിബാഗിങ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ടാഗിങ് ഇങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയ ആ ഫ്ലവറിൽ നമ്മളൊരു ടാഗ് ഒക്കെ നമ്മൾ കെട്ടിയിട്ടു. അതായത് അതിന്റെ ഡേറ്റ് ഓഫ് പോളിനേഷന്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് പോളൻ ഗ്രെയിൻസ്, പിന്നെ ആരാണ് നടത്തിയത്, ഏത് വെറൈറ്റിയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടാഗ് ചെയ്ത് കൂടെ ഇടാനായിട്ട് പറ്റും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പോർഷൻ തീർന്നു. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടെക്നിക്കൽ ടേംസ് ഈ മാസ്കുലേഷനും അതേപോലെ തന്നെ ബാഗിങ്ങുമാണ്. അതുപോലെ തന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആവശ്യമില്ല എന്നുള്ള പോയിന്റും ശ്രദ്ധിക്കണം. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്നും തോന്നുന്നു ഉണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇത് ചെയ്താൽ എങ്ങനെയിരിക്കും? അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു ഗാർഡൻ പ്ലാന്റില് അല്ലെങ്കിൽ ക്രോപ്പ് പ്ലാന്റില് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമുക്ക് തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ? ട്രൈ എ പ്രാക്ടിക്കൽ സെഷൻ. ആർ യു റെഡി? ഓക്കെ. ഹലോ ഡിയേഴ്സ്, നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ക്ലാസ്സിൽ കണ്ടതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഗോൾഡൻ ട്രംപറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഫ്ലവർ ഗോൾഡൻ ട്രംപറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, മഞ്ഞ കളറിൽ അല്ലേ, ഇങ്ങനെ കുഴലൂത്ത് പോലെയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലമാൻഡ കാതർട്ടിക്ക എന്നാണ്. ഇതിൻ്റെ കുടുംബം, ഇതിൻ്റെ ഫാമിലി അപ്പോസൈലേസേ. ഇത് കോമൺ ആയിട്ട് യെല്ലോ കളർ ഫ്ലവർ ഉള്ളത്. അതുപോലെ തന്നെ പിങ്ക്, അതിന് അലമാൻഡ ബ്ലാഞ്ചറ്റേ എന്ന് പറയും. അത് കാണണമെന്നുണ്ടെങ്കിൽ മാത്യസാറിൻ്റെ വീട്ടിൽ വന്നാൽ പിങ്ക് കളർ. ഇതിപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ഗാർഡനാണ്. നമ്മുടെ ഹിബിസ്കസ് എസ്കുലൻറ്റസ് ആണ് നിൽക്കുന്നത് കേട്ടോ. സോക്കോൾഡ് ലേഡീസ് ഫിംഗർ വെണ്ട. ഇത് പയ്യെ പൂടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാക്ടിക്കൽ ഇന്ന് ഇതിൽ ചെയ്യും. ഓക്കെ, നമുക്ക് ഫോഴ്സെപ്സ് വേണം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് കാണാൻ പോവാണ്. ആക്ച്വലി ഈ അലമാൻഡയിൽ ഇതിപ്പോൾ അത്രയൊരു ആപ്ലിക്കേഷൻ ഇല്ല നമുക്ക്. കാരണം ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ ആസ് ഐ ഹാവ് ടോൾഡ് യു, ഇതിപ്പം മഞ്ഞ ഫ്ലവറാണ്. നമുക്ക് പിങ്ക് ഫ്ലവറുള്ള പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് വേണമെങ്കിൽ കൊണ്ടുപോയി
ഇവിടേക്ക് പതിപ്പിച്ച് 2 തരത്തിൽ കളറുണ്ടാകുന്ന അല്ലെങ്കിൽ മിക്സഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അലമാൻഡിയ വേണമെങ്കിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതതിൻ്റെ ബഡാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ആന്ധ്ര എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറാണ്. ഇതൊക്കെ മച്ചുറായിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആന്ധ്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോളൻ ഗ്രെയിൻസൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും, മച്ചുറായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ബഡ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ബഡ് പയ്യൊന്ന് ഇത് നോക്കാം. പയ്യെ ഞാൻ തുറക്കുവാണ് ഫ്ലവർ. പ്രാർത്ഥിച്ചോട്ടോ. ഓക്കെ, ഫോഴ്സപ്സ് സിസേഴ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെ ആന്തേഴ്സാണ്. ഇത് സ്റ്റിഗ്മ. കാണാമല്ലോ അല്ലേ? ഇത് സ്റ്റിഗ്മ, നല്ല ഹെഡ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റൈല്, ഇത് താഴെ ഓവറയുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊറോള ട്യൂബിൻ്റെ ഈ ഭാഗത്ത് കൊറോണ കാണാൻ നല്ല ഹെയർസൊക്കെ ഉണ്ട്. ഇത് ഈ ആന്ധ്ര ഞാൻ എടുത്ത് കളയുകയാണ്. ഇത് മച്ചുറായിട്ടില്ല. അതിന് മുമ്പ് ഇതുണ്ടോ, ഇതിൻ്റെ സ്റ്റേമൻസ് ആണ്. ഇതെടുത്ത് കളയും. അഞ്ച് സ്റ്റേമനാണുള്ളത്. 5 നമ്മൾ കളയാണ്. Here also yes, okay അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആന്ത്രൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇതിൻ്റെ സ്റ്റിഗ്മ മാത്രമാണ്. ഇതതിൻ്റെ ഹെയർസാണ് കേട്ടോ. ആന്ധ്ര നമ്മൾ കളഞ്ഞു ഓൾറെഡി. അവിടെ ഈ കൊറോളയുടെ അറ്റാച്ച് ചെയ്ത് ചില ഹെയർസ് കാണും. കൊറോണ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ? നൗ ദിസ് ഈസ് കോൾഡ് വാട്ട് ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആയിരുന്നു. ഈ ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ 5 സ്റ്റേമൻസിനെ ഞാൻ ഫോഴ്സെപ്സ് കൊണ്ട് എടുത്ത് കളഞ്ഞു. അത് മച്ചുറാകുന്നതിന് മുമ്പ് അത് റിമൂവ് ചെയ്തു. ഇതിൽ ആന്തർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇമാസ്കുലേഷൻ നടത്തി. ഇപ്പം കാണുന്നത് സ്റ്റിഗ്മയാണ് അല്ലേ, സ്റ്റൈലും. ഇതിനി എന്ത് ചെയ്യും? ഇത് ഇനി മറ്റ് പ്ലാന്റ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ്, ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇവിടെ ഒന്ന് പതിക്കരുത് അല്ലേ. അതുകൊണ്ട് ഇത് നമ്മൾ ബാഗ് ചെയ്യും. 2ാമത്തെ സ്റ്റെപ്പാണ് ബാഗ്. ഇത് നമ്മുടെ ഒരു ബട്ടർ പേപ്പർ കൊണ്ട്, അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ, അല്ലെന്നുണ്ടെങ്കിൽ പോളിത്തീൻ ബാഗ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ഒരു കുഞ്ഞു ബാഗൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് ബാഗ് ചെയ്യണം. ബാഗ് ചെയ്ത് ഇത് ടൈ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനിയിപ്പോൾ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുമ്പോൾ, കാരണം ഈ ബാഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുമ്പോൾ ഇത് വീണ്ടും ഈ ബാഗിങ് മാറ്റുന്നു. നമ്മൾ മെയിൽ പ്ലാന്റിലെ ഡിസൈറബിൾ ആയിട്ടുള്ള മെയിൽ പ്ലാന്റിലെ ഫ്ലവർ, അതിൻ്റെ ആന്തർ നമ്മളിവിടെ കൊണ്ടുവന്ന് ഡസ്റ്റ് ചെയ്യിക്കുകയാണ്. അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്യിക്കുകയാണ്. ഈ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് ഇത് ബ്രഷ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡസ്റ്റ് ചെയ്തു, സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് ഇത് ഡസ്റ്റ് ചെയ്തു. ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇത് റീബാഗ് ചെയ്യണം.
ഓക്കെ, നമ്മളത് വീണ്ടും റീബാഗ് ചെയ്ത് വെച്ചു. നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി, ഇത് വീണ്ടും റീബാഗ് ചെയ്ത് നമ്മൾ ടൈ ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ ഒരു ടാഗിങ്ങും കൂടെ വേണേൽ നമുക്ക് കൊടുക്കാം. അതായത് ഡേറ്റ് ഓഫ് ഇമാസ്കുലേഷൻ അത് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, ഡേറ്റ്. അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പോളിനേഷൻ നടത്തിയത് എഴുതി വെക്കാം. ആരാണ് ബൈ MMK എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോളൻ ട്യൂബ് ഉണ്ടായി, അത് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷനിൽ പോയി മെയിൽ ഗമീറ്റ്സിനെ ഡിസ്ചാർജ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് അതിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സീഡ്സാണ് പിന്നീട് നമ്മളെടുത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തു. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യണമെന്ന്? തീർച്ചയായിട്ടും അല്ലേ? Okay, you can do it in your homesteads. Thank you.